കേരളത്തിൽ ഉൾപ്പെടെ 4 പുതിയ വന്ദേ ഭാരത് ട്രെയിനുകൾ പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്തിരിക്കുന്നു. എറണാകുളം ബംഗളൂരു വന്ദേ ഭാരത് വാരണാസിയിൽ നടന്ന ചടങ്ങിൽ ഓൺലൈനാണ് പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്തത്. കേരളത്തിന്റെ 3ാം വന്ദേ ഭാരതാണ് എറണാകുളം ബംഗളൂരു സർവീസ്. വിവരങ്ങളുമായി മിഥുൻ അയ്യപ്പൻ ചേരുന്നുണ്ട്. മിഥുൻ, നമ്മുടെ കേരളത്തിന്റെ ട്രാക്കുകളിലും അങ്ങനെ ചീറിപ്പായാൻ ഒരു 3ാമത് വന്ദേ ഭാരത് എത്തുന്നു. ഒട്ടനവധി പ്രത്യേകതകളാണുള്ളത്. ഇനി ആർക്കും കഷ്ടപ്പെടേണ്ടി വരില്ല അല്ലേ? യാത്രാക്ലേശത്തിന് ഒരു അറുതി വരും അല്ലേ മിഥുൻ അയ്യപ്പൻ? ശരി, ഇന്ത്യയുടെ ആധുനിക റെയിൽ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിനുള്ള സുപ്രധാന ചുവടുവയ്പ്പിലാണ് ഭാരതം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാവിലെ 8:15 വാരണാസി സന്ദർശിച്ചു. 4 പുതിയ വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിനുകളാണ് ഭാരതത്തിനു വേണ്ടി ഫ്ളാഗ് ഓഫ് ചെയ്തിരിക്കുന്നത്. ലോകോത്തര റെയിൽവേ സേവനങ്ങളിലൂടെ പൗരന്മാർക്ക് എളുപ്പവും വേഗമേറിയതും കൂടുതൽ സൗകര്യപ്രദവുമായ യാത്ര പ്രദാനം ചെയ്യുക എന്ന പ്രധാനമന്ത്രിയുടെ ദർശനം സാക്ഷാത്കരിക്കുന്നതിലെ മറ്റൊരു നാഴികക്കല്ലാണ്. ചരിത്രമാണിത്. പുതിയ വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിനുകൾ ബനാറസ്, ഖജുരാവോ, ലക്നൌ, സഹാറൻപൂർ, ഫിറോസ്പൂർ, ഡൽഹി, എറണാകുളം, ബംഗളൂരു എന്നീ റൂട്ടുകളിലാണ് സർവീസ് നടത്തുക. ഇപ്പോൾ നമ്മളോടൊപ്പം മിഥുൻ അയ്യപ്പൻ ചേരുന്നുണ്ട്. മിഥുൻ, ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? അങ്ങനെ കേരളത്തിന്റെ റെയിൽവേ വികസനത്തിൽ വലിയൊരു കുതിച്ചുചാട്ടം നടത്തിക്കൊണ്ട് 3ാമത് വന്ദേ ഭാരത് സൗത്ത് സ്റ്റേഷനിൽ നിന്ന്, എറണാകുളം സൗത്ത് സ്റ്റേഷനിൽ നിന്ന് പുറപ്പെട്ടു കഴിഞ്ഞു. വാരണാസിയിൽ നടന്ന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഫ്ളാഗ് ഓഫ് നിർവഹിച്ചത്. അങ്ങനെ ഇതടക്കം ഈ എറണാകുളം ബംഗളൂരു വന്ദേ ഭാരത് അടക്കം 4 ട്രെയിനുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ ഫ്ളാഗ് ഓഫ് ചെയ്ത് കഴിഞ്ഞു. അദ്ദേഹത്തിന്റെ പ്രസംഗം പൂർത്തിയാക്കി കഴിഞ്ഞു. കേന്ദ്രമന്ത്രിമാരായിട്ടുള്ള ജോർജ് കുര്യൻ, അതുപോലെ തന്നെ സുരേഷ് ഗോപി എന്നിവരാണ് ഈ ചടങ്ങിൽ പങ്കെടുത്തത്. ഇവിടെ നടന്ന ചടങ്ങിൽ പങ്കെടുത്തത്. ഇപ്പോൾ അവരെല്ലാം ഇപ്പോൾ കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ നമ്മോടൊപ്പം ചേരുകയാണ്. ഏതാണ്ട് 29ഓളം അമൃത് സ്റ്റേഷനുകളാണ് കേരളത്തിൽ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. 35 എന്ന് അദ്ദേഹം തിരുത്തി. അത്തരത്തിൽ ഏതാണ്ട് 2500-ലധികം കോടി രൂപയിൽ വികസനം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ 3ാമതൊരു വന്ദേ ഭാരത് എത്തിയിരിക്കുന്നു. പ്രധാനമന്ത്രി ഇന്ന് നടത്തിയ പ്രസംഗത്തിലടക്കം പറഞ്ഞത് അതാണ്. ഒരു വികസിത് ഭാരതത്തിലേക്കുള്ള ചുവടുവെപ്പുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ്. എന്താണ് ഇപ്പോൾ ഈ നേട്ടത്തെ കുറിച്ച്? അല്ല, കേരളത്തെ സംബന്ധിച്ചിടത്തോളം അതിവേഗം പ്രധാനമന്ത്രി വളരെ താല്പര്യമെടുത്തുകൊണ്ട് അശ്വിനി വൈഷ്ണദേവും താല്പര്യമെടുത്തുകൊണ്ട് അതിവേഗം വളരുകയാണ്. കാരണം 3042 കോടി രൂപയാണ് ബജറ്റിൽ ഇപ്രാവശ്യം അനുവദിച്ചത്. അതുപോലെ തന്നെ 35 അമൃത് സ്റ്റേഷനുകൾ, 7 മോഡേൺ റെയിൽവേ സ്റ്റേഷനുകൾ. അപ്പോൾ അമൃത് സ്റ്റേഷനുകൾക്ക് 2500 കോടി രൂപ, മോഡേൺ സ്റ്റേഷനുകൾക്ക് 2500 കോടി. നമ്മൾ ഈ നിൽക്കുന്ന സ്റ്റേഷൻ ഉൾപ്പെടെ എയർപോർട്ട് പോലെ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ മാറുകയാണ്. അപ്പോൾ അങ്ങനെ ആധുനികമായിട്ടുള്ള ഒരു ഡെവലപ്ഡ് ഭാരതത്തിന് വേണ്ടി ഉള്ള ഒരു മൂവ്മെൻ്റാണ് നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും അത് മാത്രമല്ല, ഇവിടെ ഈ ഓൺഗോയിങ് പ്രോജക്ട്സ് ആയിട്ട് 12000 കോടിയുടെയാണ്. അങ്ങനെ 20,000 കോടിയുടെ വർക്ക് നമുക്ക് കേരളത്തിൽ കാണാൻ സാധിക്കും. ഏത് റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് കഴിഞ്ഞാലും എന്തെങ്കിലുമൊക്കെ വർക്ക് നടക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഈ വന്ദേ ഭാരത് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഈ കേരളത്തിൻ്റെ അതിവേഗ റെയിൽവേ അല്ലെങ്കിൽ ട്രെയിനുകളുടെ ഒരു പടി കൂടിയാണ്. അപ്പോൾ അത് തീർച്ചയായിട്ടും ഇനി പുതിയ പുതിയ ട്രെയിനുകൾ വരും. ഇനി വരുന്ന ട്രെയിനുകളെല്ലാം തന്നെ, പുതിയതായിട്ട് വരുന്ന ട്രെയിനുകളെല്ലാം വന്ദേ ഭാരത് പോലെയുള്ള അതിവേഗ ട്രെയിനുകളായിരിക്കും. അപ്പോൾ അതിനാണ് തുടക്കം കുറിച്ചത്. ഇപ്പോൾ ഇനി വരാൻ പോകുന്നത് കൂടുതലും വന്ദേ ഭാരത് ട്രെയിനുകളാണ്. എല്ലാ സ്റ്റേഷനുകളും അമൃത് സ്റ്റേഷനുകളായി മാറുന്ന ഒരവസ്ഥ. വിമാനത്താവളമാണോ റെയിൽവേ സ്റ്റേഷൻ, അല്ലെങ്കിൽ വിമാനത്താവളത്തിൻ്റെ അതേ നിലവാരത്തിലേക്ക് റെയിൽവേ സ്റ്റേഷനുകൾ വികസിക്കപ്പെടുന്നു. രാജ്യത്തിൻ്റെ മൊത്തം വികസനത്തിന് ആക്കം കൂട്ടുന്നതാണ് റെയിൽവേ വികസനം എന്ന് തന്നെ പറയാമല്ലോ. അതെ, തീർച്ചയായിട്ടും കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെയധികം മുന്നോട്ട് പോവുകയാണ്. പക്ഷേ നമ്മുടെ ആലപ്പുഴ കൂടിയുള്ള പാത ഇരട്ടിപ്പിക്കുന്നതിൽ, സ്ഥലമെടുത്തു കൊടുക്കുന്നതിൽ വളരെ പരാജയമാണ്.
അത് അതിവേഗം തീർത്തില്ല എങ്കിൽ നരേന്ദ്രമോദി ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ആ സ്പീഡ് അതിനനുസരിച്ച് കേരളത്തിലെ സർക്കാർ മാറണം, സംവിധാനങ്ങൾ മാറണം. ഇപ്പോൾ ആലപ്പുഴ വഴിയുള്ള ആ ഇരട്ടിപ്പിക്കൽ പൂർത്തിയാണ്. കോട്ടയം വഴിയുള്ളത് പൂർത്തിയായി. ഓ രാജഗോപാൽ മന്ത്രിയായിരുന്നപ്പോൾ തുടങ്ങിയതാണ് ഇരട്ടിപ്പിക്കൽ രണ്ടും. അത് പൂർത്തിയാക്കിയത്, കോട്ടയം വഴിയുള്ളത് പൂർത്തിയാക്കിയത് വീണ്ടും നരേന്ദ്രമോദിജിയുടെ സർക്കാർ, അടൽജിയുടെ തുടങ്ങി മോഡിയുടെ സർക്കാരിലാണത് പൂർത്തിയാക്കിയത്. ഇനി ആലപ്പുഴ വഴിയുള്ളത് ഈ സ്ഥലം എടുത്തു കൊടുക്കാൻ മടിക്കുന്നത് കൊണ്ടുള്ള ഒരു കാലതാമസം മാത്രമേ ഉള്ളൂ. ഈ വളവ് നിവർത്തതടക്കമുള്ള പ്രവർത്തനങ്ങൾ വലിയ രീതിയിലുള്ള ഈ ഒരു ചുവപ്പ് നാടയിൽ കുടുങ്ങി കിടക്കുന്ന ഒരു അവസ്ഥ, അല്ലെങ്കിൽ അത്തരത്തിൽ തന്നെ ഒരു വേണ്ട രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാര്യക്ഷമമല്ല എന്നുള്ള വിമർശനം നേരത്തെ ഉയർന്നത് ഇപ്പോഴും അത് സക്രിയമായി നടക്കുന്നുണ്ട്. ഈ സംസ്ഥാനം നേരിടുന്ന പ്രശ്നം ഈ സ്ഥലമെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ മാത്രമാണോ? എങ്ങനെയാണ് അതിനെ എന്താണ് ചെയ്യാൻ കഴിയുക? ഇച്ഛാശക്തി ഇല്ലാത്തതുകൊണ്ടാണ്. ഇച്ഛാശക്തിയുള്ള സംസ്ഥാനങ്ങളിൽ അത് നടക്കുന്നുണ്ട്. കാരണം ഇപ്പോൾ ഹൈവേയുടെ നടക്കുന്നുണ്ടല്ലോ, നാഷണൽ ഹൈവേയുടെ നടക്കുന്നുണ്ട്. അതേ രീതിയിൽ ഇത് നടക്കാവുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ ഷൊർണൂരിൽ നിന്ന് എറണാകുളം വരെയുള്ള മൂന്നാമത്തെ ലൈൻ, അതിന് അംഗീകാരം കിട്ടിക്കഴിഞ്ഞ് ഉടനെ തന്നെ അതിൻ്റെ പ്രവർത്തനങ്ങൾ തുടങ്ങും. പക്ഷേ സംസ്ഥാന സർക്കാർ സ്ഥലമേറ്റ്, അതാണ് അശ്വിനി വൈഷ്ണവ് എപ്പോഴും പറയുന്നത്, സ്ഥലം എടുത്ത് തരൂ, വികസിപ്പിക്കാം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും. അപ്പോൾ എല്ലാവിധത്തിലുള്ള പിന്തുണയും സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകണം. നേരത്തെ കേന്ദ്ര മന്ത്രാലയങ്ങൾ എല്ലാ തരത്തിലും സജ്ജമാണ്. സ്ഥലം ഏറ്റെടുത്തു കഴിഞ്ഞാൽ റെയിൽവേ വികസനം യാഥാർത്ഥ്യമാക്കുന്നതിന് യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളുമില്ല എന്നുള്ളത് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. ഏതായാലും വലിയ രീതിയിൽ മാറ്റം വരുത്തിക്കൊണ്ട് കേരളത്തിൻ്റെ റെയിൽവേ വികസനം കുതിച്ചു പായുകയാണ്. ഇപ്പോൾ ഇവിടെ ചൂളം വിളിച്ചു പാഞ്ഞ വന്ദേ ഭാരത് അടക്കം അത്തരത്തിൽ മികച്ച നേട്ടങ്ങൾ കേരളത്തിന് കേന്ദ്ര സർക്കാർ സമ്മാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൂടുതൽ ഇച്ഛാശക്തിയോടുകൂടി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ വേദിയിലടക്കം സംസ്ഥാനത്തെ മന്ത്രിമാർ ഉന്നയിച്ച ചില വിഷയങ്ങളും ഒപ്പം തന്നെ കാലാകാലങ്ങളായി റെയിൽവേ വികസനത്തിന് വിലങ്ങുതടിയായിരുന്ന ഭൂമി ഏറ്റെടുക്കൽ, അതുപോലെ അത്തരത്തിലുള്ള വിഷയങ്ങളിലെല്ലാം കൃത്യമായിട്ടുള്ള ഇടപെടൽ അല്ലെങ്കിൽ ഇച്ഛാശക്തിയോടുള്ള പെരുമാറ്റം ഉണ്ടായിക്കഴിഞ്ഞാൽ അവയെല്ലാം മുന്നോട്ട് കൊണ്ടുപോകാൻ കേന്ദ്ര സർക്കാർ തയ്യാറാണ് എന്ന് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്.